ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു സെറ്റ് മുണ്ട് ഉടുക്കാം, അല്ലെങ്കിൽ മുണ്ടും വേഷ്ടി ഉടുക്കാം. മുണ്ട് ഏതാണ് വേഷ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുപോലെ തുറന്നു നോക്കിയിട്ട് മനസ്സിലാക്കുക. അതായത് വലുത് മുണ്ടും ചെറുത് വേഷ്ടിയും. അപ്പം നമുക്ക് ആദ്യം മുണ്ടുടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ സാരി ഉടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മുണ്ടും വേഷ്ടിക്ക് ടക്കിൻ ചെയ്ത് തുടങ്ങുക. പക്ഷെ ഞാനിവിടെ സാരി ഉടുക്കുന്ന അതേപോലെ തന്നെ, നോർമലി നമ്മൾ നിവി ഡ്രേപ്പ് ഉടുക്കുന്ന അതേപോലെ തന്നെയാണ് ടക്കിൻ ചെയ്തത്. അതായത് വലത്തെ സൈഡിൽ നിന്ന് ടക്കിൻ ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയത്. നമുക്ക് നോക്കാമല്ലോ ഇതെങ്ങനെ ഉണ്ടാവും. സാധാരണ എല്ലാവരും അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ആദ്യം തന്നെ ടക്കിൻ ചെയ്ത് തുടങ്ങുക. അപ്പം ഞാൻ ഒരു റൗണ്ട് എൻ്റെ ബോഡിക്ക് ചുറ്റും മുണ്ട് ചുറ്റിയെടുത്തിട്ട് ഒരു 3 പ്ലീറ്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് ആ പ്ലീറ്റ്സിനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്തു. ഭയങ്കര ഈസിയാണ്. പുതിയ മുണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാലും അത് അവിടെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ നന്നായിട്ട് അത് ടക്കിൻ ചെയ്യുക. ബാക്കി പോർഷൻസൊക്കെ ബാക്കിലേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് തിരികെ വയ്ക്കുക. അല്ലെങ്കിൽ പുറത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ മുണ്ട് നമ്മുടെ ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി വേഷ്ടി ഉടുക്കാം. വേഷ്ടിക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സാരിയുടെ പല്ലു പ്ലേറ്റ് ചെയ്യുന്ന പോലെ പ്ലേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു പിന്ന് വെച്ചിട്ട് പ്ലീറ്റ് ഡിഫൈൻ ചെയ്തിട്ട് എടുത്തു. ഞാനിത് ഒത്തിരി സ്പീഡിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് 2 മിനിറ്റ് കൊണ്ടും അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ സെറ്റ് മുണ്ട് കൊടുക്കാമെന്ന്. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്യാണ്ട് വെക്കുമ്പം അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. നമ്മുടെ ക്ഷമയും നമ്മുടെ പ്ലീറ്റ് എടുക്കാനുള്ള കഴിവും പോലെ ഇരിക്കും അതിൻ്റെ ടൈം. അപ്പോൾ ഞാനിവിടെ ഇത് കാണിച്ചത് എനിക്ക് എത്ര സമയമായി എന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാവാൻ ഇച്ചിരി ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീഡിയോ നീണ്ടു പോവും. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്ലീറ്റ്സ്, സാരിയുടെ പ്ലീറ്റ് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും പ്ലീറ്റ്സ് എടുക്കുന്നത്. ആകെ ഒരു പിന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതും പ്ലീറ്റിൻ്റെ അറ്റം ഒന്ന് ഡിഫൈനായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം പ്ലീറ്റ്സ് ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇത് പുതിയ മുണ്ടും വേഷ്ടിയാണ്. അപ്പം ഒത്തിരി നേരം ആയില്ല, പെട്ടെന്ന് തന്നെ ഡിഫൈൻഡ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു പിന്ന് വെച്ച് നമ്മുടെ ഷോൾഡറിൽ അത് സെക്യൂർ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് ഒന്നും കൂടെ ആ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എടുത്തിട്ട് നമുക്ക് വേഷ്ടി നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റാം. പക്ഷെ അങ്ങനെ ചുറ്റുന്നതിന് മുന്നേ ചെറിയ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ചുറ്റി കഴിഞ്ഞിട്ട് ചെയ്യുന്നതിലും ചുറ്റുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ വേഷ്ടിയുടെ മറ്റേ അറ്റമില്ലേ, അതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഒരു ചെറിയൊരു മടക്കാണ് ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ വേഷ്ടി നമ്മുടെ ചുറ്റിലും ചുറ്റിയെടുക്കാം. ഹാൻഡ്ലൂം സാരി ആണെങ്കിൽ ആ വേഷ്ടിയുടെ അങ്ങേ അറ്റത്തിന് അത്രയും വീതി ഉണ്ടാവില്ല. ഇതൊക്കെ പവർ ലൂമിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇച്ചിരി വീതിയായിട്ട് അതിങ്ങനെ ഓക്വേർഡായിട്ട് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഷ്ടി നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടക്കിൻ ചെയ്തിട്ട് ചെറിയ സോഫ്റ്റ് പ്ലീറ്റ്സ് എടുക്കാം. അങ്ങനെ സോഫ്റ്റ് പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കർവി ഷേപ്പ് നമുക്ക് വരും. പിന്നെ നമ്മൾ നേരത്തെ തന്നെ, അതായത് വേഷ്ടിയുടെ ഒരറ്റം നമ്മൾ കൈ വെച്ചൊന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗം ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ടക്കിൻ ചെയ്യാം. ഞാനിവിടെ നേരത്തെ മുണ്ട് ടക്കിൻ ചെയ്ത ഭാഗം തുറന്നിട്ട് അതിനകത്തേക്കാണ് വേഷ്ടി ടക്കിൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഷേപ്പ് വരും. എനിക്ക് ഇങ്ങനെ ഉടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ബാക്കിൽ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുകയും വേണം. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ചിട്ട് നമുക്ക് വലിച്ചിട്ട് ശരിയാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഡ്രേപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുണ്ടും വേഷ്ടി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. സാരി ഉടുക്കുന്നത് പോലെ ഉടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിൽ അപ്പം
കുറച്ച് മുല്ലപ്പൂവും കൂടെ വെച്ചിട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുല്ലപ്പൂ ഇല്ലാതെ എന്തൊരു ഓണാഘോഷം. അല്ലെങ്കിലും ഈ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴല്ലേ കൊടുക്കുന്നത്. അപ്പോൾ മുല്ലപ്പൂ നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യും മുണ്ടും വേസ്റ്റ് ഇങ്ങനെയല്ല ഡ്രേപ്പ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിത് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ സാരി ഉടുക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിലത്തെ പ്ലീറ്റ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ചും കൂടെ ഒരു നടക്കാനൊക്കെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ വെച്ച മുല്ലപ്പൂ അഴിഞ്ഞു പോയി. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേജിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് തിങ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എന്താ പറയുക, നിങ്ങളുടെ കമൻസിനും എല്ലാം കുറേ നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരി ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.